നമുക്ക് വലിക്കാൻ പറ്റുമോ? ഇത് ഇങ്ങനെ വലിക്കുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ് സത്യത്തില്. രഥോത്സവത്തിൽ ഭാഗമാകുന്നതിന് വേണ്ടി, ഇത് വലിക്കുന്നതിന് വേണ്ടി എത്ര ദിക്കുകളിൽ നിന്ന് ആളുകൾ എത്തുന്നു അല്ലേ? ഇവിടെ എത്തിച്ചേരുന്ന ആളുകളുടെ ഒക്കെ ഒരു പ്രാർത്ഥന അതാണ്. രഥോത്സവത്തിന്റെ ഭാഗമാകണം എന്നുള്ളൊരു പ്രാർത്ഥനയിലാണ് എല്ലാവരും ഉണ്ടാകാറ്. അപ്പോ അതൊരു ഭാഗ്യമാണ്. ഷംന വേണമെങ്കിൽ ഷംന കൂടാം. ഒരു ക്ഷീണം നമുക്ക് അനുഭവപ്പെടുന്നില്ല അല്ലെ? എല്ലാവരും വളരെ എനർജിയിലാണ്. നല്ല പ്രായമായ ആളുകൾ പോലും വലിയ ആവേശത്തിൽ ഈ തേരിങ്ങനെ വലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതാ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അവര് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ വലിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇത്രയധികം ആളുകൾ ഒരേ സമയം വലിച്ചിട്ടും രഥം ഇങ്ങോട്ട് മുന്നോട്ട് നീങ്ങുന്നില്ല. കാരണം അത്രയധികം ഭാരമുണ്ട്. അപ്പൊ വളരെ പ്രയാസപ്പെട്ട് ഭക്തിയാദരപൂർവ്വമാണ് അവരിത് വലിക്കുന്നത്. അപ്പൊ വലിക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് അങ്ങോട്ട് നീങ്ങിപ്പോകും. അങ്ങനെ ഒരുമിച്ച് ഒരു താളത്തിൽ അങ്ങനെയാണ് ഇത് വലിക്കുന്നത്. സത്യത്തിൽ നമ്മുടെ വള്ളംകളിയുടെ ഒക്കെ ഒരു താളമുണ്ട് ഇതിന്. നമ്മളൊക്കെ ഈ വള്ളം കളിക്കുമ്പോഴൊക്കെ നമ്മൾ വിളിക്കുന്ന പോലത്തെ ഒരു ആർപ്പോ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് വളരെ ശക്തിയിൽ ചേർന്ന് വലിക്കുമ്പോഴാണ് ഈ രഥം ഇങ്ങനെ മുന്നോട്ട് കുതിക്കുന്നത്. ഇനി ഇവർക്ക് ഇവിടെ ഇത് വളരെ പകുതി ദൂരമേ ആയിട്ടുള്ളൂ. ഇനി മന്ദക്ഷര ക്ഷേത്രം വരെ ഇത് തള്ളിക്കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പൊ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.